പേര് റോജി. ഞാൻ നേരണത്തുനിന്ന് വരുന്നു. എൻ്റെ മോൻ്റെ കാര്യം പറയാനാണ് ഞാൻ ചെയ്തത് ഈ നിയോഗം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 1-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ മോൻ ഓട്ടിസമാണ്. അവൻ സംസാരിക്കില്ല, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി നന്നായിട്ടുള്ള ഒരാളാണ്. ഇവിടെ വന്ന് ഞാൻ അന്ന് നിയോഗം വെച്ചെങ്കിലും അച്ഛനെ എനിക്കിന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പോയി. ഞാൻ വർക്ക് ചെയ്യുന്നത് ബോംബെയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ വന്ന് ഒരു 2 മാസമൊക്കെ ആയപ്പോൾ തന്നെ അവന് കുറച്ച് ഹൈപ്പർ കുറഞ്ഞു. സ്കൂളിലേക്ക് വിടാൻ തുടങ്ങി. സ്കൂളിൽ പോയി എഴുതാൻ അറിയില്ല, എന്നാലും എഴുതുന്നുണ്ട്. നന്നായിട്ട് സ്ക്രിബ്ലിങ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്റ്റീവായി. ആക്ടിവിറ്റീസ് എല്ലാം നല്ലതായിട്ട് ചെയ്യുന്നു. ഇപ്പം മറ്റേ മൂളുക മാത്രമേ ചെയ്യുള്ളൂ. എപ്പോഴും എന്ത് ചെയ്താലും മൂളുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൊട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ആൾ മൂളുകയല്ല, അറ്റ്ലീസ്റ്റ് ഒരു 10 വേർഡ്സ് പറയാൻ തുടങ്ങി. അത്രയും അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് മാതാവും ഞങ്ങൾക്ക് തന്നു. രണ്ടാമത്, ഞാൻ മോന് മേലാഴിക ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഒരു 5 ദിവസം മുമ്പ് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു, നിനക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, നീ തന്നെ എല്ലാം ചെയ്യണ്ടേ, നിനക്ക് പുറത്തേക്ക് നോക്കാൻ ഞാൻ റെഡിയാക്കട്ടെ എന്ന് ചോദിച്ചപ്പം എനിക്ക് ആദ്യം ഞാൻ മടി പറഞ്ഞു. എങ്കിലും എവിടെയെങ്കിലും പോയില്ലേ മോനെ മുമ്പോട്ട് പഠിപ്പിക്കാനുള്ളത് റെഡി ആവുകയുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ 5 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, എന്നെ ഒരു കാര്യം ചെയ്യ്, കുവൈറ്റിൻ്റെ ഒരു MOH വരുന്നുണ്ട്, നീ അതിന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് ലീവില്ല, ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ലീവ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് മാഡത്തിനോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു, അതിനെന്താ 5 ദിവസത്തേക്ക് നീ നാട്ടിൽ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 5 ദിവസം ലീവ് എടുത്ത് എയർപോർട്ടിൽ വന്ന സമയത്ത് ഇൻ്റർവ്യൂ ക്യാൻസലായി. ഫ്ലഡ് കാരണം ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് ഞാൻ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പം അത് വീണ്ടും ക്യാൻസലായി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്നെ കൈവിട്ടതാണോ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് മൺഡേ എനിക്ക് ഈവനിങ് പിന്നെയും എനിക്ക് കോളിംഗ് ലെറ്റർ വന്നു. മൺഡേയിലെ കോളിംഗ് ലെറ്ററിൽ എനിക്ക് വെനസ്ഡേ ആയിരുന്നു അപ്പോയിൻമെൻറ്റ് തന്നെ. ഇന്നലെ ഞാൻ പോയി ഇൻ്റർവ്യൂ റിട്ടേൺ ചെയ്തു, ഓറൽ ചെയ്തു, 2ഉം കിട്ടി. അത് കഴിഞ്ഞിട്ട് HR-ൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് നൈറ്റിലേക്ക് ആയതുകൊണ്ട് അവരുടെ ഹോട്ടലിൽ ഫെസിലിറ്റി നമുക്ക് രാത്രി തരാത്തതുകൊണ്ട് അന്നേരം നടന്നില്ല. ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈവൻ 9 o'clock എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അതിലും പാസ്സായി. ഞാൻ എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് വരുന്നത് അമ്മേനെ കാണാനായിട്ടായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം ചെയ്തു തരുമെന്ന് തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി.